എൻ്റെ പേര് ധന്യ. ഞങ്ങൾ UK സെറ്റിൽഡാണ്. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവിടെ എത്തിയത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോപ്പ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ഒരു ആൻറ്റി ആണ് കൃപാസനത്തെ പറ്റി ഞങ്ങളോട് പറയുന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ മമ്മി എന്ന് പറയുന്നത് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജനിച്ച് വളർന്നതൊരു ഹിന്ദു ആയിട്ടാണ്. ഞാൻ കല്യാണം കഴിച്ചതൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ യാതൊരു രീതിയിലും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ആർത്രൈറ്റിസിൻ്റെ മരുന്ന് കഴിച്ച് കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു, അതെന്തായാലും എടുത്താൽ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവൾക്ക് വേണ്ടി ഞാൻ എടുക്കും. എനിക്ക് മാതാവ് അതിലൂടെ അവൾക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണോ ഉള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. പക്ഷേ എന്താ പറയുക, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിത്തിൻ 1 വീക്കിൽ അവൾക്കെന്ന് പറയുന്നത് നല്ല മാറ്റം ഉണ്ടായി. അന്ന് ശനിയാഴ്ച എൻ്റെ കൂടെ അവൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി. ഇപ്പോൾ 99% കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ല, ശാരീരികമായ അസ്വസ്ഥതകൾ മാത്രമേ ഉള്ളൂ. അതിലൂടെ ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വന്നു. ഞാൻ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ കിടക്കുന്ന സമയത്ത് എനിക്കൊരു ഡേറ്റ് മാതാവ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, നവംബർ 22. ആ ഡേറ്റ് എന്ന് പറയുന്നത്, ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ ഒരുപാട് 1000-ഓളം ആപ്ലിക്കേഷൻസ് ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എനിക്ക് വേണ്ടിയാണ് മാതാവ് ആ ഡേറ്റിൽ ഒരു ജോബ് തരാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു വേക്കൻസിക്ക് സ്കോട്ട്ലൻഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് കിട്ടില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഒരുപാട് പേര് അപ്ലൈ ചെയ്തൊരു വേക്കൻസി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി മറന്നിരിക്കുന്നൊരു സമയത്തായിരുന്നു ആ നവംബർ 22 രാത്രി ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഷാൽവിക്ക് അത് സെലക്ട് ആയിട്ടുണ്ട്, ട്രെയിനിങ്ങിന് എന്നാ വരാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഷാൽവി അതിൻ്റെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഞാൻ ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഷാൽവിയുടെ കയ്യിൽ. ഷാൽവി അവിടുത്തെ വെയർ ഹൗസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഡേയിൽ എന്ന് പറയുന്നത് ഷാൽവിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ ജോബ് കിട്ടില്ലെന്ന് അവിടുത്തെ ഓണർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നടക്കുന്നത് 22 എന്നൊരു ഡേറ്റിലായിരുന്നു. ഫെബ്രുവരി 22 വീണ്ടും അവിടുന്ന് കോൾ വന്നു. ഷാൽവിൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷാൽവിൻ എന്നാണ്. ഷാൽവിൻ, നിനക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു കോൾ വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അതിനിടയിൽ ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് UK മൂവ് ചെയ്തത്. എനിക്ക് എൻ്റെ പ്രൊഫഷനിലേക്ക് ഒരു ജോലി കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ സ്കോട്ട്ലൻഡിലേക്ക് മൂവ് ചെയ്യാണ്. ഞങ്ങൾ താമസിച്ച ആദ്യം ലിവർപൂളിലായിരുന്നു. അപ്പോൾ എനിക്ക് ലിവർപൂളിലൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡേറ്റ് ഇട്ടു. ഞങ്ങൾക്ക് എല്ലാം നടക്കുന്നത് 22 ആയതുകൊണ്ട് ഏപ്രിൽ 22 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ 22 മുമ്പുള്ള 3 ബുധനാഴ്ച മുമ്പ് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് കോൾ വന്നു. അതിനുശേഷം 3 റൗണ്ട് ഉണ്ടായിരുന്നു. ആ റൗണ്ട് ഞാൻ പോയ സമയത്തെന്ന് പറയുന്നത്, ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഓഫീസിൽ പോയ സമയത്ത് ഞാൻ അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ടു. എൻ്റെ കയ്യിൽ ഒരു തരി ഉപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് വന്ന് എൻ്റെ HR വന്ന് എനിക്ക് ഷേക്കൻഡ് വന്നപ്പോൾ ആ ഉപ്പ് അവരെ കയ്യിലായി. ഒരു തരിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പെടുത്ത് കൈ വെച്ചിട്ട് വീണ്ടും ഞാൻ വെച്ചപ്പോൾ എൻ്റെ മാനേജർ വന്ന് എനിക്ക് ഷേക്കാൻഡ് വന്നു. അപ്പോൾ ഞാൻ വെച്ചു, ഇനി എന്തായാലും ഉപ്പ് കൈ വെക്കണ്ട, എന്തായാലും അവരെ കയ്യിലായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാര്യം ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്തും നമുക്ക് ബന്ധമില്ലാത്ത കുറേ ടാസ്കുകൾ അവർ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ മുമ്പ് എന്താണോ വർക്ക് ചെയ്തിരുന്നത് അതേ രീതിയിലുള്ളൊരു ടാസ്ക് ആയിരുന്നു എനിക്ക് അവർ അസസ്മെൻ്റായിട്ട് തന്നിരുന്നത്. ആ ഇൻ്റർവ്യൂ എനിക്ക് ഏപ്രിൽ 22 ഞാൻ ഡേറ്റ് ഇട്ട ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുക ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് അവിടെ ആരെയും പരിചയമില്ലായിരുന്നു. കാര്യം 2 വർഷത്തോളം ഞങ്ങൾ ഇംഗ്ലണ്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ഞങ്ങൾ ലിവർപൂളെന്ന് പറയുന്നത് ഞങ്ങൾ ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. മലയാളം കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഇനി ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് മലയാളം കുർബാന കൂടാൻ പറ്റണം. ഞങ്ങൾ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഞായറാഴ്ചയിൽ മലയാളം കുർബാന കൂടാൻ പറ്റണം, കുമ്പസരിക്കാൻ പറ്റണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വിത്തിൻ 2 ഡേയ്സിലാണ് ഞങ്ങൾക്ക് ഒരുപാട് വീട് നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. ഡയറക്റ്റ് പോയാൽ മാത്രമേ നമുക്ക് വീട് അവിടെ റെഡി ആവത്തുള്ളൂ. പക്ഷേ ഡയറക്റ്റ് ലാൻഡ് ലോഡ് തന്നെ ഞങ്ങൾക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വീട് അറേഞ്ച് ചെയ്തു. ഓൺലൈൻ വ്യൂയിങ് ആയി ചെയ്തിരുന്നത്. വീട് റെഡിയായി ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു. ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു സെൻറ്റ് ആൻ്റണീസിൻ്റെ പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ പള്ളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടുത്തെ ഇംഗ്ലീഷ് അച്ഛൻ ഞങ്ങളോട് പറയുന്നത്, ഇവിടെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത് മലബാറീസിൻ്റെ കുർബാനയുണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ 150ഓളം ഫാമിലീസ് ഉള്ള ഒരു പള്ളിയാണ്. പള്ളിയിലെ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പള്ളിയിൽ ചേർന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ കാറ്റിസത്തിന് ജോയിൻ ചെയ്തു. ഇവർ ട്വിൻസാണ്. അവർ രണ്ടുപേരും അവിടെ ഇപ്പോൾ പ്രൈമറി 1ലാണ് പഠിക്കുന്നത്. അവർ കാറ്റിസ് എക്സാം എല്ലാം കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം എന്ന് പറയുന്നത് യു കെയിൽ എപ്പോഴും ഞങ്ങളുടെ റൂൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കെല്ലാം പേടിയാണ്. ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയെ പോയിട്ട് ഞങ്ങൾ വേറൊരു ജോബ് നോക്കുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ഫീൽഡിൽ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡ് എന്ന് പറയുന്നത് അബുദാബിയിലെ സീനിയർ എയർ കണ്ടീഷൻ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നാട്ടിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ ഞങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പലരും വേറെ ഫീൽഡിലേക്ക് നോക്കുമെന്ന് പറഞ്ഞാലും ഞങ്ങളതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. മാതാവ് ഞങ്ങൾക്ക് തരും, മാതാവാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാതാവ് ഞങ്ങൾക്ക് ആ ജോലി തരും എന്ന വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്. അതിനുശേഷം എന്ന് പറയുന്നത് ജൂലൈ 22-ാം തീയതി യു കെയിലൊരു റൂള് വന്നു. ലോവർ സ്കിൽഡ് വർക്കേഴ്സിന് ഡിപ്പെൻഡ് അലൗഡ് അല്ല. അവരിനി വിസ കൊടുക്കുന്നെങ്കിൽ തന്നെ അവർക്കൊരു നിശ്ചിത കാലയളവിന് ശേഷം വിസ അലൗഡ് അല്ല എന്ന രീതിയായിരുന്നു വന്നിരുന്നത്. ജൂലൈ 22-ാം തീയതി ആ റൂള് വരുന്നതിന് തൊട്ട് മുമ്പ് ജൂലൈ 18-ാം തീയതി ഷാൽവിയുടെ കമ്പനിയിൽ നിന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് അവിടുത്തെ ഓണർ ചോദിക്കുകയാണ്, ഷാൽവി നിനക്ക് COS വേണമെന്ന്. കാര്യം ഷാൽവിക്ക് മുമ്പ് പ്രിഫറൻസ് ഉള്ള ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. ഞങ്ങൾക്ക് ജൂലൈ 21-ാം തീയതി ഞങ്ങൾ വിസ അപ്ലൈ ചെയ്യാണ്. ഷാൽവിക്ക് അതിൻ്റെ ഇടയിലൊരു കടമ്പ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് IELTS എക്സാം ആയിരുന്നു. അപ്പോൾ IELTS എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഷാൽവിനെ ഞങ്ങൾ തന്നെയായിരുന്നു ഓൺലൈൻ വെച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ഷാൽവി പറഞ്ഞു, ഇത് ഭയങ്കര ഈസി അല്ലേ, ഇതെനിക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ശനിയാഴ്ച എക്സാം ആണെങ്കിൽ അതിന് 3 ദിവസം മുമ്പേ ഷാൽവി ലീവ് എടുത്തു. ആ ലീവ് എടുക്കുന്നതിന് തലേ ദിവസം ഷാൽവിയുടെ കണ്ണിൽ കൃഷ്ണമണിയിൽ മെറ്റൽ കയറി. അപ്പോൾ ഷാൽവിക്ക് പിന്നെ കണ്ണിനത് അനസ്തേഷ്യ വഴിയാണ് അത് എടുത്തത്. മാതാവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഷാൽവിക്ക് യാതൊരു ആപത്തും വരൽ, കണ്ണിനത് എക്സാം എഴുതുമ്പോൾ കമ്പ്യൂട്ടർ ടെസ്റ്റാണ്, ആ എക്സാം പാസ്സാകണം, മാതാവിൻ്റെ അനുഗ്രഹത്തോട് മാത്രമേ ഞങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാൽവി എക്സാമിന് പോയ സമയത്ത് ഞാൻ ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മമ്മിയും ഡാഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മമ്മിയും ഡാഡി ഇവിടെ വന്ന് കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ വീട്ടിൽ ഇരുന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലെന്ന് പറയുന്നത് ഞാൻ അച്ഛൻ്റെ ഇവിടുത്തെ നമ്മൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം, ഉടമ്പടി ധ്യാനം 1.5 മണിക്കൂർ മുട്ടിമേ നിന്ന് ഞാൻ ഷാൽവിയുടെ എക്സാം ടൈമിലെന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് ഷാൽവി എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, എൻ്റെ ലിസണിങ് എക്സാമിന് എനിക്ക് കിട്ടത്തില്ല. കാര്യം എക്സാമിൻ്റെ സമയത്ത് ഷാൽവിയുടെ കണ്ണ് ബ്ലറായി. അപ്പോൾ ലിസണിങ്ങിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന സാധനം എഴുതുകയും വേണം, ഓൺ സ്പോട്ടിൽ തന്നെ എഴുതി പോവുക ചെയ്യേണ്ടത്. അതെനിക്ക് കിട്ടത്തില്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് കിട്ടത്തുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ഉറച്ചു പറഞ്ഞു, അത് എന്തായാലും മാതാവ് നമുക്ക് തന്നിരിക്കും, അതിലൂടെ നമുക്ക് വിസ അപ്ലൈ ചെയ്യാനും പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് മാതാവ് നൽകിയത് ലിസണിങ് എക്സാമിനായിരുന്നു. അതിനുശേഷം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി ഞങ്ങൾക്ക് ഷാൽവി ശരിക്കും ഒരു IT ആണ് ക്വാളിഫിക്കേഷൻ. ആ IT ക്വാളിഫിക്കേഷൻ വെച്ച് യു കെയിൽ അങ്ങനെ ഒരു 5 ഇയർ വിസ കിട്ടുമെന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഹെൽത്ത് കെയർ ഫീൽഡിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ സർവീസ് എഞ്ചിനീയറായിട്ട് ഷാൽവിക്ക് അവിടെ ഓഗസ്റ്റ് 25-ാം തീയതി 5 ഇയർ സ്കിൽഡ് വർക്കർ വിസയാണ് ലഭിച്ചത്. അതിനുശേഷം ഞാനും എൻ്റെ മക്കളും PSW തന്നെയായിരുന്നു, ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിസ അപ്ലൈ ചെയ്തത് കഴിഞ്ഞ മാസമായിരുന്നു. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ട് മാതാവ് തന്നില്ലായിരുന്നു. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ 3 വർഷത്തേക്കുള്ള വിസയായിരുന്നു അപ്ലൈ ചെയ്യാനുള്ള പൈസ റെഡിയാക്കി വെച്ചത്. അപ്പോൾ
ഞങ്ങൾ സോളിസിറ്റർ വഴി അപ്ലൈ ചെയ്ത സമയത്ത് സോളിസിറ്റർ പറയാണ് ഇനിയും ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്, ശാൽവിക്ക് എത്ര നാൾ വിസയുണ്ടോ അത്രയും നാൾ നമ്മൾ വിസ അപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു 10 ലക്ഷം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല. ഞങ്ങളവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ നല്ലതുപോലെ ഇല്ലായിരുന്നു. പക്ഷേ വിത്തിൻ 1 ഡേ കൊണ്ട് മാതാവ് ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ പോലും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് ലോൺ അനുവദിച്ച് തന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങളും വിസ അപ്ലൈ ചെയ്തു. പിന്നെയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറിക്ക് മുമ്പെന്ന് പറയുന്നത് എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു, ബാർത്തോളിൻ സിസ്റ്റ്. അതിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ് പിന്നെ ഡെലിവറിക്ക് ശേഷം വീണ്ടും ആ സിസ്റ്റ് വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി പെയിൻഫുൾ ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടി സർജറി ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ ഞങ്ങൾ ആ സമയത്തായിരുന്നു ഞങ്ങൾ UK മൂവ് ചെയ്തത്. അവിടെ വെച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനിനി എന്ത് ചെയ്യും, വീണ്ടും ഞാനിനി സർജറി ചെയ്യണോ, UK ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല, പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കരുതി മാതാവേ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഞാൻ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ചൊവ്വാഴ്ച മുടങ്ങിയ തന്നെ ആ ആഴ്ചയിലുള്ളിൽ കണ്ടു തീർക്കുമായിരുന്നു. ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ സിസ്റ്റ് ഉള്ള ആൾക്കാരുടെ സിസ്റ്റ് മാറുന്നു എന്ന്. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി മറന്നുപോയി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേഴ്സണൽ പാർട്ടിലായിരുന്നു ആ സിസ്റ്റ് ഉണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ആ സിസ്റ്റ് അവിടെ പിന്നെ വന്നിട്ടില്ല. എൻ്റെ സിസ്റ്റ് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മാതാവാണ് എനിക്കത് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയതെന്ന്. പിന്നെ മാതാവിലൂടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് UK നിന്ന് ഞങ്ങൾ ഇവിടെ നാട്ടിൽ പൈസ അയച്ചു കൊടുത്തിട്ട് വൃദ്ധസദനത്തിലേക്ക് അവർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ യുകെയിലുള്ള ഫുഡ് ബാങ്കിലേക്ക് ഞങ്ങൾ ഫുഡ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളുള്ളവർക്ക് അവർക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട്. മുമ്പ് ഞങ്ങൾ സഹായിക്കുന്നവർ തന്നെയായിരുന്നു. പക്ഷേ മുമ്പെന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. മാതാവ് ഈശോപ്പെ ഞങ്ങൾക്ക് തരുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളത് ചോദിക്കുന്ന ആരായാലും അർഹതപ്പെട്ടവർക്ക് ഞങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ മറിച്ച് കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണിപ്പോൾ. പിന്നെയെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അവിടെ ഇംഗ്ലീഷ് പത്രം പ്രിൻ്റ് എടുത്ത് അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ പോയിട്ട് ഞാൻ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡും ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവിടെ ലിവർപൂളിലായിരുന്ന സമയത്ത് അഖണ്ഡ ജപമാല ഞങ്ങൾ എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ചകളിൽ ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 2024 അഖണ്ഡ ജപമാലയ്ക്ക് ഞങ്ങൾ 4 മണിക്കൂർ ഞങ്ങൾ അവിടെ കുറച്ച് മലയാളീസ് എല്ലാവരും ഉണ്ട്, അവിടെ സെറ്റിലായ ആൾക്കാരാണ്, അവർ കൂടെ ഞാനും പോകുന്നുണ്ടായിരുന്നു. 4 മണിക്കൂർ നടന്ന് ഞങ്ങൾ 7 പള്ളികളിൽ നടന്ന് ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി. അതിനുശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് മൂവ് ചെയ്തപ്പോൾ അവിടെയും ഇതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അഖണ്ഡ ജപമാല അവർ നടത്തി. അതുപോലെ അത് രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ കണ്ടിന്യൂസ് ജപമാല ചൊല്ലിയായിരുന്നു എൻ്റെ വീട്ടിൽ. കാര്യം ഞങ്ങൾ പുതിയതായിട്ട് ചെന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ചെയ്യുമോ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ യാതൊരു മടിയും കാണിക്കാതെ എൻ്റെ അമ്മ മാതാവിന് വേണ്ടി ഞങ്ങൾ ജപമാല ചൊല്ലി. ഏറ്റവും മെയിനായിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളിവിടെ ഡയറക്റ്റ് UK നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്നു എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ബോംബെ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ലഗേജ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്താണ് അറിയുന്നത് ഞങ്ങൾ വന്ന എയർലൈനകത്ത് ഞങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് ഞങ്ങൾ എടുക്കാൻ മറന്നുപോയെന്ന്. ഹസ്ബൻഡ് ആ ലാപ്ടോപ്പ് ബാഗ് നോക്കാൻ അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോയ സമയത്തെന്ന് പറയുന്നത് ഒരു രാവിലെ 3:20 ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഷാൽവി അതിനായിട്ട് അന്വേഷിച്ച് പോയ സമയത്ത് എൻ്റെ ടെൻഷൻ കൊണ്ട് ഞാനും മക്കളുമായിട്ട് അതിൻ്റെ പിറകെ പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ബാഗും ഉണ്ടായിരുന്നു. ഈ പാസ്പോർട്ട് ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ ഉള്ളവർ പറഞ്ഞു സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു നോക്ക് ലാപ്ടോപ്പ് ബാഗിനെ പറ്റി. അങ്ങനെ അത് അന്വേഷിക്കണമെങ്കിൽ ആദ്യം ചെക്കിനിലേക്ക് ബാഗ് ഇടണം. ഞങ്ങളുടെ ബാഗെല്ലാം ചെക്കിനിലേക്ക് ഇട്ടു. അതിനുശേഷം ഞങ്ങൾ ബോർഡിങ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ പാസ്പോർട്ട് കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കസ്റ്റംസിൻ്റെ അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലൂടെ പാസ് ചെയ്തപ്പോൾ ബാഗ് നഷ്ടപ്പെട്ടെന്ന് കരുതി കാണുമെന്ന്. ഷാൽവി അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ ഞാൻ മക്കളെ കൊണ്ട് വീണ്ടും ഞാൻ കൂടെ പോയിട്ട് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല. കാര്യം ഞങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് തിരിച്ചു പോകണം. ഈ ശനിയാഴ്ച ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചു പോയില്ലെങ്കിൽ ഷാൽവിയുടെ ജോലി നഷ്ടപ്പെടും. ഞങ്ങളുടെ എല്ലാ ജീവിതവും ഞങ്ങളുടെ ഫുൾ കയ്യിൽ നിന്ന് പോകുന്നൊരു സമയമായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഞാനവിടെ നിന്ന്
ഞാൻ എൻ്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങളുടെ യു കെയിലെ ID കാർഡോ യു കെയിലെ BRP കാർഡോ നാട്ടിലെ എല്ലാ ID കാർഡും ഞങ്ങളുടെ പാസ്പോർട്ട് എല്ലാം അടങ്ങിയ ഒരു ബാഗായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. നാട്ടിൽ വന്ന് ഈ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് പുതിയൊരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് കരയണ സമയത്ത് 2 കസ്റ്റംസ് ഓഫീസറായിരുന്നു ഉണ്ടായിരുന്നത്, 2 ആണുങ്ങളായിരുന്നു അവിടെ നിന്നിരുന്നത്. പെട്ടെന്നൊരു ലേഡി വന്നിട്ട് എന്നോട് ചോദിക്കുക, എന്തിനാ കരയണേ എന്ന് ചോദിച്ചു. അവരെല്ലാം ഹിന്ദിക്കാരാണ്, ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അവരോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ പാസ്പോർട്ട് ബാഗ് നഷ്ടമായി, ലാപ്ടോപ്പ് ബാഗ് അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് നഷ്ടമായത്. അപ്പോൾ അവർ എന്നെയും കൊണ്ട് ഒരിക്കലും ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമുക്ക് വേണ്ടി ആരും നമ്മളെ കൂടെ വരത്തില്ല. അതും കസ്റ്റംസ് ഓഫീസർ എൻ്റെ കൂടെ വന്ന് അവിടെ എല്ലാ ഓഫീസിലും എൻ്റെ കൂടെ വന്ന് അവർ എല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വന്ന വഴി പോയി ഒന്നും കൂടി നോക്കിയിട്ട് വാ, അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും കസ്റ്റംസിൻ്റെ ചെക്കിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, നിങ്ങൾ അതിലേ പോയിട്ട് വാന്ന് പറഞ്ഞു. ഞങ്ങൾ അതിലേ പോയ സമയത്ത് ഞാൻ വന്നത് അവിടെ ഫുള്ള് ക്രൗഡായിട്ടായിരുന്നു. ഞങ്ങൾ കസ്റ്റംസിലേക്ക് ചെക്കിങ്ങിന് പോയത്, അവിടെ ആരുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് അന്വേഷിച്ച ഒരു ലേഡി മാത്രം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് ബാഗ് നഷ്ടമായിട്ടുണ്ട്, ഞങ്ങളുടെ അശ്രദ്ധമൂലമാണ് പോയത്, അപ്പോൾ എനിക്കറിയത്തില്ല എവിടാ പോയെന്ന്, ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതാണ്. നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 5:30 കൊച്ചിയിലേക്ക്. ഈ പറയുന്ന 4:50 ഞങ്ങൾക്ക് നെക്സ്റ്റ് ബോർഡിംഗ് ഉണ്ട്. ഈ 1 അവർ 3:20 തൊട്ട് 4:50 ഇടയിലെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലാപ്ടോപ്പ് ബാഗും കിട്ടണം, ഞങ്ങളുടെ പാസ്പോർട്ട് ബാഗും കിട്ടണം. ഞങ്ങളുടെ ബാഗ് ഞങ്ങൾ ചെക്കിനിലിട്ടു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ആകെ ഉള്ളത് എൻ്റെ ഹാൻഡ് ബാഗ് മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് മിസ്സായി. അപ്പോൾ അവർ പറയുക, അതാണോ നിങ്ങളുടെ ബാഗെന്ന്? ഒരു സ്ഥലത്ത്, ഇത്രയും ക്രൗഡ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ആരോ കൊണ്ടുവച്ചതുപോലെ. ഇതിനു മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ 2 അവറിലെന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല എൻ്റെ ലാപ്ടോപ്പ് ബാഗും എൻ്റെ പാസ്പോർട്ട് ബാഗും കിട്ടുന്നത്. അവർ ഞങ്ങളോട് പറഞ്ഞത് 9 o'clock ലോസ്റ്റ് പോയി അന്വേഷിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ 9 o'clock കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. പാസ്പോർട്ടിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു, ലാപ്ടോപ്പ് ബാഗിൻ്റെ കാര്യം മാത്രം അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, 9 o'clock വരെ നിന്നിട്ട് എനിക്ക് അടുത്ത ഫ്ലൈറ്റ് ഒന്നും പിടിക്കാൻ പറ്റത്തില്ല, ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ബാഗും എൻ്റെ പാസ്പോർട്ട് ബാഗും എൻ്റെ കയ്യിൽ തന്നെ കിട്ടണം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം അവിടെ നിന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു, കരഞ്ഞുകൊണ്ടാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഓടിച്ചെന്നപ്പോൾ എൻ്റെ പാസ്പോർട്ട് ബാഗ് ഞങ്ങളുടെ കൈ കിട്ടി. ഞാൻ തിരിച്ചു വരുമ്പോൾ മക്കളെയും കൊണ്ട് ശാൽവി എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഒന്നും നോക്കിയില്ല, കസ്റ്റംസ് ഓഫീസറിനെ ഹഗ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് താങ്ക് യു സോ മച്ച് എന്ന്. കാര്യം എനിക്കവിടെ മാതാവ് വന്ന് ഇടപെട്ടതുപോലെയാണ് തോന്നിയത്. ഇത്രയുമുള്ളൊരു ക്രൗഡിൽ നിന്ന് ഞങ്ങളുടെ പാസ്പോർട്ടും ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ബാഗ് ശരിക്കും ബോംബെ എയർപോർട്ടിലെന്ന് പറഞ്ഞ ശാൽവി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്, കള്ളന്മാരൊക്കെ കാണും, സൂക്ഷിക്കണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങൾക്കത് ലഭിച്ചു. അതിനേക്കാളും വലിയ അത്ഭുതം എന്ന് പറയുന്നത് 9 o'clock ലോസ്റ്റ് പോയാലേ ഞങ്ങൾ ആ പാസ്പോർട്ട് ബാഗ്, ലാപ്ടോപ്പ് ബാഗ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സെക്യൂരിറ്റി ഓഫീസർക്ക് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അവരും എന്നോട് ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു മെയിൻ ഓഫീസർക്ക് പോയി ചോദിക്കാൻ പറഞ്ഞു. മെയിൻ ഓഫീസർ ഇത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, 9 o'clock കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വരണമെന്ന്. 2 weeks ലീവിന് ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് അത് ഒരിക്കലും പോസിബിൾ അല്ലായിരുന്നു തിരിച്ച് ബോംബെ എയർപോർട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത്. ആ ഒരു സമയത്തെന്ന് പറയുന്നത് ഒരാൾ അകത്തുനിന്ന് എന്നോട് ഇറങ്ങി വന്നിട്ട്, അതും ഒരു മെയിൻ ഓഫീസർ അല്ല, ഒരു പയ്യനാണ്. ആ പയ്യൻ എന്നോട് വന്നിട്ട് പറയുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, 99% ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ ആരോടും ഒന്നും പറയരുത്, നിങ്ങളെ ബോർഡിങ് എല്ലാം കഴിഞ്ഞോ, നിങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആ സ്റ്റെയർ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കത് ഒരിക്കലും പോസിബിൾ അല്ല. കാര്യം ഒരിക്കൽ ലോസ്റ്റായ സാധനം ലോസ്റ്റിൽ പോവാതെ നമ്മുടെ കയ്യിൽ എത്തത്തുമില്ല. അതൊരു ബോംബെ എയർപോർട്ടും ആണ്. അപ്പോൾ ഞങ്ങൾ അയാളെ പറയുന്നത് വിശ്വസിച്ചിട്ട് ഞങ്ങൾ നടന്നു. അയാളോട് താങ്ക് യു പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. ഞങ്ങൾ ചെന്നു. ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് താഴെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് അവിടെ വെച്ചിരിക്കുക. അപ്പോൾ അയാൾ ഞങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തരിക. ഒരിക്കലും അത് പോസിബിൾ അല്ല. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് ഞാൻ കൂടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന സമയത്ത് അതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും അതിനുള്ള സഹായമായിട്ട് നമ്മുടെ മാതാവ് ഈശോപ്പെ നമുക്ക് വേണ്ടി വഴിയൊരുക്കും, അതിനുള്ള ആൾക്കാരെ അവിടെ നിർത്തുമെന്ന്. അത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാപ്ടോപ്പ് ബാഗും ഞങ്ങളുടെ പാസ്പോർട്ടും അടങ്ങിയ ബാഗും വിത്തിൻ 1 hour ഞങ്ങളെ ബോർഡിങ്ങിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഇത് തന്ന അമ്മ മാതാവിന് ഈശോപ്പയ്ക്ക് ഞാൻ 1 കോടി നന്ദി പറയുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും
അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോപ്പ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരു കോടി നന്ദി. ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തത്. എൻ്റെ UK ഫ്രണ്ട്സിനും എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നീ അമ്മ മാതാവിനോട് നീ പ്രാർത്ഥിച്ചാൽ നടക്കും, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോപ്പ ഞങ്ങൾക്ക് ഈ മണ്ണിൽ നിന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ പലപ്പോഴും 2.5 വർഷം ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അമ്മ എന്നാ ഞാൻ ഈ മണ്ണിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കുന്നത് എന്ന് ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഈ സന്നിധിയിൽ നിന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിൽ അമ്മയോടും ഈശോപ്പയോടും ഞാൻ 1000 നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ധന്യ മധു എറണാകുളം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യവും വലിയ വിശ്വാസമില്ലായിരുന്നെങ്കിലും തൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരിക. തുടർന്ന് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ നിരവധിയായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഒരു വേക്കൻസിക്ക് ചാൻസ് കിട്ടുകയും അത് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതൊക്കെ സാധിക്കുകയും ചെയ്തു. കാരണം അമേരിക്കയുടെ ഒരു റൂള് വരുന്നതിന് മുമ്പാണ് വിസ സംബന്ധമായ ഒരു വരിക. എന്നാൽ അതിനെ തുടർന്ന് കൊണ്ട് പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉടമ്പടി വസ്തുക്കളൊക്കെ ചേർന്നപ്പോഴും അത് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചപ്പോഴും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാണ് ഉണ്ടായത് തന്നെ. കാരണം അതിന് തൊട്ട് മുമ്പായിട്ടാണെങ്കിലും നിരവധിയായ ഒരു ബുദ്ധിമുട്ടുകൾ മറ്റേലൊക്കെ കണ്ണിൽ എഫക്റ്റ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടിലാണ് കടന്നു പോയിച്ചത്. എന്നാൽ വിശ്വാസപൂർവ്വ പ്രാർത്ഥന, കാരണം ഈ മകൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, അത് എൻ്റെ യോഗ്യത കൊണ്ടല്ല കിട്ടുന്നത്. കാരണം ഒരു എക്സാം നന്നായിട്ട് എഴുതുവാനായിട്ട് എനിക്ക് കമ്പ്യൂട്ടർ എക്സാം എഴുതുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഉണ്ടാവുകയും ആ വിസ അവർക്ക് തുടർന്ന് 5 വർഷത്തേക്ക് തുടർന്നത് കിട്ടുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ധന്യയുടെ സാക്ഷ്യത്തിലാണെങ്കിലും അത് നല്ലൊരു ഇൻ്റർവ്യൂ പാസ്സാകുവാനും അതിനെ തുടർന്ന് കണ്ട നല്ലൊരു ജോലിയൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും പറഞ്ഞു വെക്കുക, ഈ ഒരു വന്നിറങ്ങിയപ്പോൾ അവർ നേരിട്ട് വലിയൊരു അനുഭവം. കാരണം തൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും അവിടുത്തെ വിസയും കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ പരിശുദ്ധ അമ്മയിലുള്ള ഉറച്ച വിശ്വാസമാണ് ഇവർക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഇവർ പങ്കെടുക്കുമ്പോൾ ഇവർ മനസ്സ് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ ഇടപെടൽ 1 മണിക്കൂറിനുള്ളിൽ മനുഷ്യരിലൂടെയും സാഹചര്യങ്ങളോടൊക്കെ കടന്നു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടൽ ഈ മക്കളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി അൾത്താരക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മക്കൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം വെക്കുക. ഇനിയും ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാനായിട്ട് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടും അനേകം മനുഷ്യരെയൊക്കെ സഹായിക്കുകയും സ്വന്തം ജീവിത പ്രവൃത്തികൾ കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ കുടുംബത്തെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോ നിയോഗങ്ങളും ആവശ്യങ്ങളിലും അൾത്താരക്ക് മുമ്പിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്കായിട്ടാണോ നമ്മളായിരിക്കുന്നത് അതെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ